ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പണത്തെ പറ്റിയാണ് കേട്ടോ. നമുക്കൊക്കെ കുറേ പണം കിട്ടിയാൽ നമ്മളൊക്കെ എന്താ ചെയ്യുക? ഞാൻ എന്താ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാവേ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പണം വലിയ സമാധാനം നശിപ്പിക്കും എന്നൊക്കെ നമുക്കറിയാം. നമ്മൾ പല സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്. പണ്ടൊക്കെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെ തന്നെയായിരുന്നു ലൈഫിലെ, അതായത് സ്വന്തം എക്സ്പീരിയൻസ് അല്ലെങ്കിൽ തന്നെ മറ്റുള്ളവരുടെ എക്സ്പീരിയൻസൊക്കെ അധികം ഷെയർ ചെയ്യാനൊന്നും അതിനൊന്നും ആളുകൾക്ക് സമയമില്ലായിരുന്നു. സമയമില്ലെന്ന് വെച്ചാൽ അവർ കഠിനമായി അധ്വാനിച്ചൊക്കെ ആയിരുന്നു പണ്ടത്തെ. ഇപ്പം എൻ്റെ പാരൻസ് എന്നൊക്കെ പറഞ്ഞാൽ അവരൊക്കെ കഠിനമായി അധ്വാനിച്ചിട്ടും അങ്ങനെ അവരുടെ എക്സ്പീരിയൻസ് അതൊക്കെയായിരുന്നു. ഇന്നെന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ്, മറ്റുള്ളവരുടെ എക്സ്പീരിയൻസൊക്കെ കാണാനുള്ള സാധ്യത എന്ന് വെച്ചാൽ ഈ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് തന്നെ പലരുടെ എക്സ്പീരിയൻസസൊക്കെ അവർ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ഇതൊക്കെയാണല്ലേ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എല്ലാം മനസ്സിലാക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇന്ന് കുറേ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഒരുപാട് പണമുള്ള ആളുകൾ അവരൊന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോയിട്ടുള്ള കുറേ അനുഭവങ്ങളൊക്കെ ഓരോരുത്തരൊക്കെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. പക്ഷേ എനിക്കതുകൊണ്ട് ഒരുപാട് പണമൊന്നും ഇഷ്ടമില്ല കേട്ടോ. എനിക്ക് അത്യാവശ്യം കുറച്ച് ക്യാഷ് വേണം. എന്ന് വെച്ചാൽ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ കോടികൾ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്കൊരു ചെറിയ വീട്, ഒരുപാട് വലിയ വീടിലോടൊന്നും എനിക്ക് താല്പര്യമില്ല. എന്ന് വെച്ചാൽ വീടെന്ന് പറയുന്നത് നമുക്ക് താമസിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് അല്ലേ വീട്. നമുക്ക് അല്ലാതെ നമ്മളിപ്പം സാധാരണ ആളുകൾ പറയുന്ന പോലെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഒന്നും കൊണ്ടുപോകുന്നില്ല. നമുക്കാകെ ഒരു 6 അടി മണ്ണ് മാത്രമാണ് അതാണ് നമുക്ക് സ്വന്തമായിട്ടുള്ളത്. അത് നമ്മുടെ സ്വന്തമല്ല. കുറച്ച് നാൾ കഴിഞ്ഞാൽ നമ്മുടെ ബോഡി അഴുകി ഒക്കെ പോകുമ്പോൾ അതും നമ്മളുടെ അല്ല. പിന്നെ അടുത്ത കുഴി, അതിനകത്ത് തന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം അതിനകത്ത് തന്നെ കുഴി കുത്തിയിട്ട് തന്നെ വേറെ ആളെ അടക്കം ചെയ്യും. അപ്പോൾ നമുക്ക് പറയാനായിട്ട് ഈ ഭൂമിയിൽ നമ്മൾ പോകുമ്പോൾ നമുക്കൊന്നും കൊണ്ടുപോകാനില്ല. നമ്മൾ ഭൂമിയിലായിരിക്കുന്നത് ഒരു 10-70, മാക്സിമം നമ്മളൊരു ആയുർദൈർഘ്യം എന്ന് പറയുന്നത് ഒരു 70-75 വയസ്സ് വരെയാണെന്ന് വെച്ചോ. ആ 75 വയസ്സ് വരെ നമ്മൾ ജീവിക്കാനായിട്ട് നമുക്കൊരു ഷെൽട്ടർ വേണം. ചെറിയൊരു വീട്, അതായത് ഒരുപാട് റൂമുകളൊന്നും ഇല്ലാതെ ചെറിയൊരു വീട്. നമ്മുടെ വീട്ടിൽ എത്ര പേരുണ്ട് ആ മെമ്പേഴ്സിന് താമസിക്കാനുള്ളൊരു വീട്, നമുക്ക് സഞ്ചരിക്കാനൊരു ചെറിയ വെഹിക്കിള്, അതുപോലെ തന്നെ നമുക്ക് ചിലവാക്കാനായിട്ട് കുറച്ച് എമൗണ്ട്, അതായത് ജോലി ചെയ്ത് നമുക്ക് കിട്ടണം. അല്ലാതെ നമ്മൾ വെറുതെ ഇരുന്ന് ക്യാഷ് അത് ഉപയോഗിക്കുക എന്നുള്ളതല്ല. ചെറിയ ജോലികളൊക്കെ ചെയ്ത് നമുക്ക് അത്യാവശ്യം നമുക്കൊരു ചെറിയ പൈപ്പ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് തുള്ളി തുള്ളിയായിട്ട് വെള്ളം വരില്ല. അതുപോലെ നമ്മളുടെ ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കണം. അല്ലാതെ ഒരുപാട് വലിയ ശക്തിയായിട്ടൊന്നും വരണ്ട. ചെറിയ ചെറിയ രീതിയിൽ നമുക്ക് ഒരു എമൗണ്ട് നമുക്ക് ജീവിക്കുന്നിടത്തോളം നമുക്ക് കിട്ടണം. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത്യാവശ്യം നമ്മൾ വിദ്യാഭ്യാസം ഉണ്ടാവണം, നമുക്കൊരു ചെറിയ ജോലിയും വേണം. അതാണ് നമുക്കിപ്പോൾ ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടത്, അതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കുറേ ക്യാഷൊക്കെ കിട്ടി. ആ ക്യാഷൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? എനിക്ക് ഒരുപാട് ക്യാഷ് കിട്ടി. ഇപ്പോൾ ഒരു 2 കോടി രൂപയൊക്കെ എൻ്റെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നത്, എനിക്ക് ചെറിയൊരു വീട് വെക്കും. ഒരു 2 റൂമും ഒരു ഹാളും അടുക്കളയൊക്കെയുള്ളൊരു വീട് വെക്കും. ഒരു ചെറിയ വണ്ടി. പിന്നെ ഞാൻ ചിലപ്പോൾ ഒരു 10 ലക്ഷം രൂപ എങ്ങാനും എൻ്റെ അക്കൗണ്ടിൽ ഞാനതൊരു ചെറിയ ഇൻട്രസ്റ്റ് കിട്ടാനുള്ള ലെവലിൽ എനിക്കൊരു ചെറിയ ഇൻട്രസ്റ്റ്, എനിക്ക് ഒരു മാസം ഒരു 10,000 രൂപയെങ്കിലും ഇൻട്രസ്റ്റ് കിട്ടുന്ന പോലെ ആ എമൗണ്ട് ഞാൻ നിക്ഷേപിക്കും. ബാക്കി എമൗണ്ട് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഞാൻ ആർക്കൊക്കെയാണോ കൊടുക്കാൻ പറ്റുക അവർക്കൊക്കെ കൊടുക്കും. എന്ന് വെച്ചാൽ മെയിൻലി എനിക്ക് എപ്പോഴും എമ്പതി തോന്നുന്നത്, എനിക്ക് തോന്നാറുള്ളത്, അനുകമ്പ തോന്നാറുള്ളത് മെയിൻലി പിന്നെ ബലഹീനരായിട്ടുള്ള, അതായത് വൈകല്യമുള്ള ആളുകളോടും പ്രായമുള്ളവരോടും മാത്രമാണ് എനിക്ക് അങ്ങനെ വിഷമം തോന്നുന്നത്. കുട്ടികളാണെങ്കിലും അവരെ സംരക്ഷിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ. ഇവരെയാണ് എനിക്ക് കൂടുതലായിട്ട് വിഷമം വരാറ്. ഇപ്പം ഒന്നുമില്ലാത്ത കുട്ടികളിപ്പം അച്ഛനും അമ്മയൊന്നും എല്ലാം നഷ്ടപ്പെട്ട കുട്ടികളോടാണെങ്കിൽ എനിക്ക് വിഷമം കേട്ടോ. ഞാൻ അവരെ സംരക്ഷിക്കും. മെയിൻലി ഞാൻ ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളെയും പിന്നെ പ്രായമുള്ള ആളുകളെയാണ് അവരോടാണ് അവർക്ക് കെയർ നമ്മൾ അത്യാവശ്യം കൊടുക്കണം. അവർ ശരിക്കും പറഞ്ഞാൽ ഈ സൊസൈറ്റിയിൽ എപ്പോഴും അവഗണിക്കപ്പെടുന്നവരാണ്. ഈ 2 ആളുകളെ അവഗണിക്കപ്പെടുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണുന്നത്. അതുകൊണ്ട് അവർക്ക് ഞാൻ പ്രായമുള്ള അപ്പൂപ്പനും അമ്മൂമ്മയാണെങ്കിൽ അവർക്കൊക്കെ ഞാൻ ഒരു ആളെ, അല്ലെങ്കിൽ അങ്ങനെയല്ല, എനിക്ക്
കാണുന്നവരെയൊക്കെ ഞാൻ അവർക്ക് ചെറിയ എമൗണ്ട് വീതം കൊടുത്ത് അവരുടെ അത്യാവശ്യം പ്രൈമറി നീഡ്സൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും. ഇപ്പം ബലഹീനരാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ചെറിയ കൈത്തൊഴിലിലേക്ക് എത്തിക്കുക. ഇപ്പോൾ ഒരു ലോട്ടറി കട ഇടാനാണ് അവർക്ക് പറ്റുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അവർക്കൊരു 2 വീലർ വാങ്ങിക്കൊടുത്ത് അവർക്ക് എന്തെങ്കിലും ചെറിയ അങ്ങനെ എന്തെങ്കിലും. പിന്നെ പ്രായമുള്ളവർക്കാണെങ്കിൽ അവർക്ക് ഷെൽട്ടർ ഇല്ലെങ്കിൽ ഷെൽട്ടർ, അല്ലെങ്കിൽ അവരനെ ഈ ആശ്രമം നമുക്കിപ്പം അവർക്ക് തണൽ പോലെയുള്ള ആശ്രയ കേന്ദ്രങ്ങളുണ്ടല്ലോ, അവിടേക്ക് അവരെ എത്തിച്ചു കൊടുത്ത് അവർക്ക് പൂർണ്ണ സംരക്ഷണം. അവിടെയാണ് ഗവൺമെൻറ് ഇപ്പം അവർക്ക് ഫുഡും, ഈ പ്രായമുള്ളവർക്ക് മെയിൻലി വേണ്ടത് ഒരു നല്ല സംരക്ഷണമാണ്. ഫുഡും വേണം, അവർക്കൊരു ഷെൽട്ടറും വേണം, താമസിക്കാനൊരു സൗകര്യവും വേണം. അതാണ് അവർക്ക് മെയിൻ, അവരുടെ മെഡിസിൻസും. അപ്പോൾ അത് കിട്ടുന്ന രീതിയിൽ അവരെ ആക്കി കൊടുക്കും. അല്ലാതെ ഇതിപ്പോൾ എല്ലാ മാസവും നമുക്ക് ആക്കി കൊടുക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. ഈ എമൗണ്ട് കൊണ്ട് എനിക്ക് പറ്റില്ല. ഒരുപാട് പേരെ എനിക്ക് സഹായിക്കാണ്ട് ഒരാളെ മാത്രമേ എനിക്ക് സഹായിക്കാൻ പറ്റില്ല. അത്യാവശ്യം ഞാൻ എന്നെ കാണുന്ന എൻ്റെ ഏരിയയിലുള്ള ആളുകളെയൊക്കെ എനിക്ക് സഹായിക്കണം. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവരെ ഞാൻ നല്ല സെൻറ്ററുകളിൽ എത്തിച്ചു കൊടുക്കും. ഇതൊക്കെയാണ് ഞാൻ ചെയ്യുക കേട്ടോ. പിന്നെ എൻ്റെ ഏതായുള്ള ആളുകളുണ്ട്. മെയിൻലി നമ്മുടെ ഖുർആൻ, ഞാനൊരു മുസ്ലിം ആയതുകൊണ്ട് തന്നെ ഖുർആൻ പറയുന്നത് നീ ആദ്യം സഹായിക്കേണ്ടത് നിൻ്റെ ബ്ലഡിലുള്ള ആളുകളെ എന്നാണ്. അതായത് ഇപ്പം നിനക്ക് ഏറ്റവും വേണ്ടത് എൻ്റെ അച്ഛനെയും അമ്മേനെയും സംരക്ഷിക്കണം, എൻ്റെ ഇണകളെ അതായത് സിബ്ലിങ്സിനെ സംരക്ഷിക്കണം. പിന്നെ എനിക്ക് അതാണ് ഞാൻ ആദ്യം ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. അതല്ലാതെ എൻ്റെ അച്ഛനമ്മയെ നോക്കാതെ നാട്ടുകാരുടെ അച്ഛനമ്മയെ നോക്കാം നടന്നിട്ട് അത് തെറ്റല്ലേ, അത് ശരിയല്ലല്ലോ. അപ്പോൾ ആദ്യം ഖുർആൻ പറയുന്നതനുസരിച്ച് ഞാൻ എൻ്റെ പാരൻസിന് കൊടുക്കും കേട്ടോ. എൻ്റെ പാരൻസിനെ ഞാൻ നന്നായി കെയർ ചെയ്യും. അതുപോലെ എൻ്റെ സിബ്ലിങ്സിനെ ഞാൻ കെയർ ചെയ്യും. അതിനുശേഷം മാത്രമാണ് ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുകയുള്ളൂ. ഇതൊക്കെയാണ് ഞാൻ ചെയ്യുക കേട്ടോ. ഞാൻ ഒരുപാട് ദാനം ചെയ്യുന്ന ആളാട്ടോ. എനിക്ക് ഏകദേശം ജോലി കിട്ടിയ അന്ന് മുതൽ എൻ്റെ കയ്യിൽ ചെറിയ എമൗണ്ട് എനിക്ക് സാലറി കിട്ടിയെന്നെങ്കിൽ പോലും ഞാൻ അതിൽ നിന്ന് 100, 150 ആയിട്ട് ഇങ്ങനെ കൊടുക്കുമായിരുന്നു. ചെറുപ്പത്തിൽ എനിക്ക് അങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ എൻ്റെ കയ്യിൽ 2 എണ്ണം എന്ത് കണ്ടാലും എനിക്ക് ഭയങ്കര വിഷമം. 2 എണ്ണം എനിക്ക് ഒന്നിൽ കൂടുതൽ എനിക്ക് ഇഷ്ടമല്ല ഒന്നും. അപ്പോൾ ഇത് ഞാൻ എന്നെ പുകഴ്ത്തി പറയാൻ വേണ്ടി പറയുന്നതല്ല കേട്ടോ. എൻ്റെ ഒരു രീതിയാണത്. എന്നെ അറിയുന്നവർക്ക്, ഡീപ്പായിട്ട് അറിയുന്നവർക്ക് അറിയാം. എൻ്റെ ഫാമിലിയിലുള്ളവർക്കൊക്കെ എൻ്റെ സ്വഭാവം അറിയാം. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും, നീ എന്തിനാ 2 എണ്ണം വാങ്ങണം, നീ കയ്യിൽ വെക്കില്ലല്ലോ, നീ കൊടുക്കാനല്ലേ എന്നാണ് പറയുക. അപ്പം എനിക്ക് 2 എണ്ണം എന്ത് സാധനം, ഒന്നിൽ കൂടുതൽ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ ഞാൻ വേഗം മറ്റുള്ളവർക്ക് കൊടുക്കും. ദാനം എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അതുകൊണ്ട് ധനത്തെ കുറയ്ക്കില്ല എന്ന് തന്നെയാണ് ഇതുപോലെ ഖുർആൻ പറയുന്നത്. ദാനം ധനത്തെ കുറയ്ക്കില്ല എന്ന് തന്നെയാണ്. അപ്പോൾ എനിക്കും എൻ്റെ ഹസ്ബൻഡിനും ജോലിയുണ്ട്. ഇപ്പോൾ തന്നെ എനിക്ക് ഫിനാൻഷ്യലി, ഞാൻ ജനിച്ച അന്ന് മുതൽ എനിക്ക് ഫിനാൻഷ്യലി എന്നല്ല, എനിക്ക് ഫുഡിനോ വസ്ത്രത്തിനോ എനിക്ക് ബുദ്ധിമുട്ട് വന്നിട്ടില്ല. ഫിനാൻഷ്യൽ പ്രോബ്ലംസൊക്കെ എൻ്റെ പാരൻസ് ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് ഒന്നിനും ഇതുവരെ എനിക്കൊരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അത് തോന്നുന്നു എൻ്റെ കുഞ്ഞിനാണെങ്കിലും ഇപ്പം ഞങ്ങളിപ്പം അവനെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. അവൻ്റെ ഫീസിനോ അല്ലെങ്കിൽ അവൻ്റെ ഫുഡിനോ അവൻ്റെ ഒരു കാര്യത്തിനും ഇതുവരെ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ ദാനം കൊണ്ടായിരിക്കും. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ ദാനം ചെയ്യുന്ന ആളല്ല കേട്ടോ. ആൾ പറയുന്നത് ഞങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും ആൾ ചെയ്യും, ഫാമിലിക്ക് വേണ്ടി ആൾ എന്ത് വേണമെങ്കിലും ചെയ്യും. പക്ഷേ അദ്ദേഹം പറയുന്നത് അധ്വാനിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ സൂക്ഷിച്ച് വെക്കണം എന്ന് തന്നെയാണ് പറയുക. നാളത്തെ അവസ്ഥ നമുക്ക് അറിയാത്തതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ നമുക്ക് ആരോഗ്യമുള്ളത് കൊണ്ട് നമ്മൾ അധ്വാനിക്കുക, എന്നിട്ട് അത് സൂക്ഷിച്ച് വെക്കണം എന്ന് തന്നെയാണ് കേട്ടോ പുള്ളി പറയുന്നത്. അപ്പം ഞാനിങ്ങനെ അധികം കൊടുക്കുമ്പോഴൊക്കെ പുള്ളി എന്നോട് പറയാറുണ്ട് കൊടുക്കണ്ട എന്ന് തന്നെ പറയും കേട്ടോ. പിന്നെ എൻ്റെ പാരൻസിന് കൊടുക്കുന്നതിനൊന്നും പറയില്ല കേട്ടോ. ഞാൻ ആവശ്യമായിട്ടിങ്ങനെ ഞാനിങ്ങനെ ഇപ്പം വഴിയിലൊക്കെ പോകുമ്പം ആരെങ്കിലുമൊക്കെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പം എനിക്കിങ്ങനെ 100 രൂപയുടെ കുറവ് കൊടുക്കാൻ ഇഷ്ടമല്ല. അപ്പം ഞാനൊരു ദിവസം എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്ക് അറിയാവുന്ന ഒരു അമ്മൂമ്മ പോവുകയാണ്, അവരുടെ വിഷമം, അവർ ഭയങ്കര പാവപ്പെട്ട ഒരു അമ്മൂമ്മയാണ്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പുറത്തോട്ട് ഇറങ്ങി വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു, ഒരു 100 രൂപ അവിടെ ഇരിപ്പുണ്ട്, അതിങ്ങെടുത്ത്. അപ്പോൾ പുള്ളി എനിക്ക് 50 രൂപ കൊണ്ട് തന്നിട്ട് പറഞ്ഞു, ഇത് കൊടുത്താൽ മതി. അപ്പം പുള്ളി അതായത് ഇത് പുള്ളിയുടെ നെഗറ്റീവായിട്ട് മോശമായിട്ടുള്ളൊരു സ്വഭാവമായിട്ട് എനിക്ക് തോന്നുന്നില്ല.
പുള്ളി ടെൻഷനുണ്ട് പുള്ളിക്കെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് പ്രായം കൂടി വരുമല്ലോ, അപ്പം നമ്മളതിനെ നോക്കാനൊക്കെ ഇനി നമ്മളുടെ ആവശ്യങ്ങളൊക്കെ ചെയ്യാനായിട്ടും ആരും ഉണ്ടാവില്ലല്ലോ എന്നുള്ളൊരു ടെൻഷനാണ് മക്കൾ. ഇന്ന് നമുക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. നമുക്കറിയാം, നമുക്ക് ചുറ്റുമുള്ള കുറേ അമ്മമാരും അപ്പൂപ്പന്മാരൊക്കെ ശരിക്കും വിഷമിക്കുന്നുണ്ട്. അവരൊക്കെ നല്ല രീതിയിൽ മക്കളെ പഠിപ്പിച്ച് നല്ല രീതിയിൽ എത്തിച്ചിട്ട് പോലും എല്ലാം കൊടുത്ത് വീടുള്ള കിടപ്പാടം മുഴുവൻ അവർക്ക് എഴുതി കൊടുത്ത് എല്ലാം ചെയ്യുന്ന അവരവരുടെ ഫാമിലി ആയിട്ട് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഈ പാരൻസിന് ശരിക്കും ഒരു പ്രോപ്പറായിട്ട് മെഡിസിൻ വാങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുകയോ അവർക്ക് ഇഷ്ടത്തിനൊന്ന് പുറത്തേക്ക് ഒന്നും ചെയ്യാതെ മക്കളൊക്കെ നമുക്കറിയാം. ഒരുപാട് അമ്മമാർ വന്ന് ഞാനൊക്കെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ ഈ അമ്മമാരൊക്കെ നമ്മളോട് വന്നിട്ട് ഭയങ്കരമായിട്ട് വിഷമം പറയാറുണ്ട്. എല്ലാ ദിവസവും ഒരു 3 പേഷ്യൻറ്റിൻ്റെയെങ്കിലും വിഷമങ്ങൾ നമ്മളൊന്നും അങ്ങോട്ട് ചോദിക്കുന്നതല്ല. എന്നോടൊക്കെ ഞാനൊന്നും എന്തെങ്കിലും അമ്മയെ സുഖമാണോ എന്തെങ്കിലും ജസ്റ്റ് ഒരു കോമൺ ടോക്ക് ഉണ്ടാവുമല്ലോ, ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പോലെ ചുമ്മാ അവരോടൊന്ന് സംസാരിക്കും നമ്മൾ. അപ്പോൾ അവരുടെ കംപ്ലയിൻസൊക്കെ കേൾക്കുന്നതിന് മുന്നേ തന്നെ അവരോട് ജസ്റ്റ് ഒന്ന് ചോദിക്കുമ്പോഴേക്കും അവരെല്ലാം വിഷമങ്ങളും തുറന്നു പറയുന്ന അവർക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ട്. അപ്പോൾ അപ്പോഴാണെങ്കിൽ അവരെല്ലാം ഇങ്ങോട്ട് പറയും, ഇങ്ങനെയൊക്കെയാണ് വീടുണ്ടാക്കി അവർക്ക് അതെല്ലാം നഷ്ടപ്പെട്ടു, മക്കളുടെ പേരിൽ എഴുതി കൊടുത്തു, ഞങ്ങളെ അനാഥരായി എന്നൊക്കെ പറയുന്ന അവസ്ഥയുണ്ട്. എല്ലാം ഉണ്ടാക്കി അച്ഛനും അമ്മയാണ്. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഹസ്ബൻഡിനെ അറിയാവുന്നതുകൊണ്ട് തന്നെ ആയിരിക്കും പുള്ളി അതിന് ഭയപ്പെടുന്നുണ്ട്. ക്യാഷ് ഒരുപാട് നഷ്ടപ്പെടുത്തി കളയരുത്, ഇത് വരുന്ന ഒരു സമയമുണ്ട്, അപ്പം മാത്രമേ വരുള്ളൂ, ഇതെപ്പോഴും നമ്മളുടെ കയ്യിലേക്ക് വരില്ല എന്നൊക്കെ പുള്ളി പറയും. അപ്പം നമുക്ക് പറ്റുന്ന സഹായമൊക്കെ ചെയ്യാം കേട്ടോ. ഈ പൈസയൊക്കെ കണ്ട് നമ്മൾ ഇതിനിപ്പം 1 ലക്ഷം രൂപ നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും 1 ലക്ഷം രൂപ പൊട്ടിച്ച് കഴിഞ്ഞാൽ എല്ലാം ചിലവാകും. പക്ഷേ അത് ഈ ക്യാഷ് എന്ന് പറയുന്നത് നമുക്ക് ചിലവാക്കാനുള്ളത് തന്നെ. ഇത് യൂസ് ചെയ്യാതിരിക്കുമ്പോൾ ഇത് വെറും പേപ്പർ കഷ്ണമാണ്. കുറേ നാൾ വെറുതെ കൊണ്ട് അവിടെ എവിടെയെങ്കിലും കൊണ്ട് വെച്ച് അതൊക്കെ ചെതലരിക്കും. അപ്പോൾ അതിന് വാല്യൂ ഉണ്ടോ? ഇല്ല, 0 വാല്യൂ ആണ്. അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ മാത്രമേ അതിന് വിലയുള്ളൂ. ഇപ്പോൾ ചില ആളുകൾക്ക് മരുന്ന് മേടിച്ചിട്ട് അവരുടെ ജീവൻ നിലനിർത്തി, മരുന്ന് കഴിച്ചിട്ട് അവരുടെ ജീവൻ നിലനിർത്തിയെങ്കിൽ പിന്നെ അതൊരു വാല്യൂ ആണ്, അല്ല ഒരു ജീവനാണ് ആ പൈസ കൊണ്ട് തിരിച്ച് കിട്ടിയത്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ആ സിറ്റുവേഷനിലായിരിക്കും അവർ നമ്മുടെ നിന്ന് കടം വാങ്ങുന്നത്. നമ്മളെ ഉണ്ടെങ്കിൽ കൊടുക്കുക, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട. തിരിച്ച് കിട്ടുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ല. എൻ്റെ കയ്യിൽ നിന്ന് ആരും വാങ്ങിക്കൊണ്ട് പോയിട്ടും എനിക്ക് തിരിച്ച് തരാറില്ല, ഞാൻ ചോദിക്കാറില്ല, അതിൻ്റെ പുറകെ ചോദിക്കാറില്ല. പക്ഷേ പൈസ എപ്പോഴും നമ്മൾ കൊടുത്ത് തിരിച്ച് കിട്ടിയില്ലെങ്കിൽ ആ ബന്ധങ്ങൾ നഷ്ടപ്പെടും കേട്ടോ. പക്ഷേ നമ്മൾ പരമാവധി ചെറിയ എമൗണ്ടുകൾ കൊടുക്കുക. വലിയ എമൗണ്ട് നമുക്കറിയാം, നമുക്ക് തിരിച്ച് കിട്ടില്ല എന്ന് നമുക്ക് 100% ഉറപ്പുണ്ടെങ്കിൽ വലിയ എമൗണ്ട് കൊടുക്കാതിരിക്കുക, അതേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ ബന്ധങ്ങൾ നശിച്ചു പോകും. അപ്പോൾ പിന്നെ വാഗ്ദാനങ്ങൾ കൊടുക്കരുത്, ഞാൻ ഹെൽപ്പ് ചെയ്യാം, പൈസ തരാം എന്ന് പറഞ്ഞ് വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് നമ്മൾ അവരെ സഹായിക്കാതിരിക്കരുത്. അപ്പോൾ നമുക്ക് പറ്റുന്നെങ്കിൽ മാത്രമേ നമ്മൾ വാഗ്ദാനങ്ങളും കൊടുക്കാവൂ. മാക്സിമം നമ്മൾ ഈ ജീവിതം വളരെ ചെറിയതാണ് നമുക്കല്ലേ. നമ്മുടെ ഈ ഒരു ശ്വാസത്തിൻ്റെ മേലെയാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ശ്വാസം തീർന്നെല്ലാം. അപ്പോൾ നമുക്ക് പറ്റുന്നത് പോലെയൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് മറ്റുള്ളവരെ സഹായിച്ചിട്ടും ഒക്കെ ജീവിക്കുക. താങ്ക് യു.